കുഞ്ഞൊരു യാത്രയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് സന്തോഷം തരാറുണ്ടെന്ന് പറയാറില്ല. അതുപോലൊരു യാത്രയാണ് കേട്ടോ. നമ്മളില്ലേ പ്രതീക്ഷിക്കാതെ നമ്മൾ പെരുന്തൽമണ്ണയ്ക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ ശരണ്യം പിള്ളേരെ എല്ലാവരും കൂടി കൂട്ടിയിട്ട് വെറുതെ ഒന്നും ഇങ്ങോട്ട് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അത് നാടുകാണീശ്വരം അങ്ങനെ കയറിയിട്ട് പിന്നെ നമ്മൾ ഊട്ടി വഴി അങ്ങനെയൊക്കെ പോയിട്ട് വരാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വയനാടായി ആ പ്ലാൻ. അങ്ങനെ ഇങ്ങനെ പോയിട്ട് എവിടേക്ക് എത്തിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ കേട്ടോ. നമ്മൾ ആദ്യം വയനാട് റൂട്ടിൽ കയറി, അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞിട്ട് പിന്നെ നമ്മൾ എത്തിയത് പിന്നെയും ഇവിടെ നമ്മുടെ മൈസൂർ റോഡിൽ കയറി. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. മൈസൂർ റോഡിൽ കയറിയപ്പോൾ അവിടേക്ക് അങ്ങോട്ട് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നു, ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും യാത്ര എന്ന് പറയുന്നത് പ്രത്യേക ഒരു വൈബായിരുന്നു. ഇതെവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. എങ്ങനെയൊക്കെയോ പോയി എങ്ങനെയൊക്കെയോ എത്തിയെന്ന് പറയില്ലേ. പക്ഷേ ആ ഒരു യാത്ര അട്ടാറായിട്ടായിരുന്നു കേട്ടോ. നമ്മളൊരു പ്ലാനും ചെയ്യാണ്ട് പോണ യാത്രയ്ക്ക് പ്രത്യേക ഒരു ചന്താവെന്ന് പറയാറില്ലേ, അതുപോലെയായിരുന്നു. വെറുതെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ആ ഒരു ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ വെക്കേഷൻ എങ്ങനെയായാലും അടിപൊളിയായിരുന്നേ. പിന്നെ നമ്മൾ ഇത്തിരി നേരമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലത്തൊക്കെ നിർത്തുമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ നിർത്തിയ സ്ഥലമായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ചോളൊക്കെ പുഴുങ്ങണ ഒരു ഏട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേക വൈബ് അടിച്ച സ്ഥലങ്ങളായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ ഭാഗത്തൊക്കെ നല്ല ഭംഗിയുള്ള ചന്തല സ്ഥലങ്ങളല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നേരം വിശക്കുമ്പോൾ നമ്മുടെ മാങ്ങയും അതും ഇതൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഒരുപാട് പൈസ ആവാണ്ട് നമ്മളിതാ പെട്ടെന്ന് പോണ കുഞ്ഞൊരു പ്ലാനിൽ അതിലും ഭംഗിയും കാര്യങ്ങളും നോക്കി സന്തോഷമൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ അല്ല. ഒരുപാട് പൈസ പൊടിച്ച് നമ്മൾ ആ ഒരു സ്ഥലത്തിന് മാത്രം പോയി ട്രാവൽ ചെയ്ത് ടയേർഡായി. എനിക്ക് ഒരുപാട് യാത്ര ഇഷ്ടമുള്ള ആളല്ല. യാത്ര ചെയ്ത് എനിക്ക് ഛർദ്ദിക്കാൻ വരും, തലചുറ്റും അങ്ങനെയൊക്കെയുള്ള. എന്നാൽ എനിക്കിഷ്ടമാണ് ഇനി കേട്ടോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ. അതുപോലൊരു യാത്രയായിരുന്നു. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഈവനിങ്ങിൽ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അടിപൊളി പഴംപൊരിയും അതുപോലെ നമ്മുടെ കായബജി അതും ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വയറ് നിറയെ കഴിച്ചു. പിന്നെ ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിനി വരണ വഴിക്ക് ഒരു കടയിൽ കയറാമെന്ന് പറഞ്ഞു. ഇവർക്കൊക്കെ ഈ ഒരു റൂട്ട് ഭയങ്കരമായിട്ട് അറിയാട്ടോ. എപ്പോഴെപ്പോഴും പോയിട്ട് ശരണ്യയ്ക്കും ഫാമിലിക്കൊക്കെ അവർ ഊട്ടിയിലേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോണതിനെ കൊണ്ട്. ഇത് ഞാനൊരു ഷോർട്സ് ഇട്ട സമയത്ത് ചേച്ചിയുടെ എവിടെ പ്ലേസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മക്കളെ തെറ്റി പറഞ്ഞൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ല നമ്മൾ വയനാട് പോയിട്ട് പിന്നെ അങ്ങനെ തിരിച്ച് വന്നിട്ട് പിന്നെ ഊട്ടി റോട്ടിലേക്ക് കയറിയിട്ട് പിന്നെ എന്തൊക്കെയൊക്കെയോ പിന്നെ മൈസൂർ റോട്ടിൽ കയറി. അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. ഇത് കറക്റ്റാണോ ഞാൻ പറയണത് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വണ്ടിയിലിരുന്നു, സ്ഥലങ്ങൾ ആസ്വദിച്ചു, കാര്യങ്ങൾ കഴിച്ചു, എന്തെങ്കിലുമൊക്കെ വാങ്ങി ഞം കഴിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സോനാപാപ്പടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അതുകൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുറച്ച് സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റൊക്കെ അതൊക്കെ വാങ്ങി. അവിടുത്തെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും തന്നായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു കടയിൽ നിന്ന് ഞങ്ങളൊരു ചായ കുടിച്ചു, മസാല ടീ. എൻ്റെ ഭയങ്കര ദുരന്തമായിരുന്നു. അത് കഴിച്ചിട്ട് പിന്നെ എനിക്ക് ഒമിറ്റിയാൻ വരെ എന്തൊക്കെയോ കിറുങ്ങി എന്ന് പറയില്ല, അതുപോലെ ആയിരുന്നു കേട്ടോ. ഒരു മാട്ട ചായ ആയിരുന്നേ. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി ചായയും കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുക. പിന്നെ വരുന്ന വഴിയിൽ ഇതാ ചുരത്തിൻ്റെ അവിടെ കുറച്ച് നേരം ഇറങ്ങിയിരിക്കാന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ആനയും അതും ഇതൊക്കെ വരുന്നു പേടിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് ഇരുന്നില്ല. സോനുവിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പിന്നെ അവർ പെരിന്തൽമണ്ണ ഇറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്കും പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുന്ന ആളെ കാണാം. ടാറ്റാ ബൈ, സീ യു.